ഇതാണ് മൂന്നാർ. 5 ഇതാണ് വട്ടവടാത്ത സ്ട്രോബെറി. ഹലോ ഗായ്സ്, ഇപ്പൊ സമയം 4 മണി. നമ്മൾ നമ്മുടെ മൂന്നാർക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോണ വഴിയിൽ മൊത്തം റോഡ് പണിയും പിന്നെ കാനയുടെ പണികളൊക്കെ ഫുള്ള് വഴിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ JCB ടിപ്പറുകളൊക്കെ നിറച്ച് റോട്ടിലുണ്ടായിരുന്നു. സമയത്ത് 6:30 കഴിഞ്ഞെങ്കിൽ നമ്മൾ പറവുള്ള ചർച്ചകളെ ചിന്നപ്പോൾ മരണ്ടാവുന്ന ഞങ്ങളോടെ ചായക്കാനോട്ട് നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കുരങ്ങും ഗ്യാസ് അല്ലത് ഗൈസ്. ഇത് മൂന്നാറിലുള്ള ഹോട്ട് എയർ ബലൂണാണ്. 1500 രൂപയാണ് നമുക്ക് ചാർജ് വരണത്. ഇത് കയറഴിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ജസ്റ്റ് മുകളിലേക്ക് പോയിട്ട് 200 അടി മേലെ പോയിട്ട് താഴെ വരും. ഇപ്പം അതിൽ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ആളെന്നുള്ളതില്ല. 1500 രൂപയ്ക്ക് നമുക്ക് ഇതിൽ കയറാൻ പറ്റും. എന്താ നിനക്ക് നമ്മൾ എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട്. എക്കോ പോയിന്റിന്റെ കറക്റ്റ് എൻട്രൻസ് ആ ഭാഗത്തായിട്ടാണ് വരണേ. പക്ഷെ നമ്മളിത് ഇവിടെ നിന്ന് കാശ് കൊടുക്കാണ്ട് ഇതിൽ കൂടെ ഇറങ്ങി പോന്നിട്ടുണ്ട്.
അതെ തോബിയാസ് ഇൻവിനും കൂടിയിട്ട് വേറെ വഴി ഇറങ്ങി വരുന്നുണ്ട്, അവിടുന്ന് വരുന്നുണ്ട്. നല്ല രീതിക്ക് ആൾക്കാർ കുറവാണ്. സ്കൂൾ പൂട്ടാണെങ്കിലും ഞായറാഴ്ചയും ഇട ദിവസമായതുകൊണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ചയും അല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് ആൾക്കാർ കുറവുണ്ട്. ഇതെന്തിട്ടത് കളിക്കുന്നതാണോ പിള്ളേരുടെ? എത്ര ചേട്ടാ? രണ്ടല്ലേ ഗൈസ്? ഇവിടെ പിള്ളേരുടെ കളിക്കുന്ന ഒരു സാധനമുണ്ട്. കേക്കണ്ടാ ഇനി ഓളിട്ട് ഈ പിക്ചറുള്ള വോയിസ് ഉറക്കത്തില്ലാൻ പറ്റില്ല. ജോന റേസിനുണ്ടോ? ഇവിടെ ഓടിട്ടാ ചേട്ടനായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ. ജോവിന് അതുപോലെ പോസ് ചെയ്യാൻ പോവാണ്. ആൾക്ക് വിഷമമായടാ. ആ ചേട്ടൻ ദയനീയായിട്ട് നോക്കുന്നത്. ഏയ് ഇത് ഞാനാദ്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കും എന്നിട്ട് കൊടുക്കും. ഗൈസ് നമ്മൾ പറഞ്ഞത് മേടിച്ചിട്ടുണ്ട്, ഈ സാധനം പറഞ്ഞ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ലാഭവും, അല്ലാണ്ട് വെറുതെ മോളിക്ക് പോണേല് കെട്ടിട്ട് കയറ്റില്ല. മോളി ചെല്ലുമ്പോ അതിന്റെ കാറ്റടിച്ചൂടാ. കുപ്പി കെട്ടിട്ടേക്കണം. ലാമ്പ് മൂടണം. പോവാ ഗൈസ് നമ്മളടുത്ത് കുണ്ടള ഡാമിക്ക് പോകാൻ പോവാണ്. ഗൈസ് ഇവിടെ കുണ്ടള ഡാമിക്ക് കയറാൻ പോവാണ്. എൻട്രൻസ് 10 രൂപയാണ്. ചേട്ടാ ബോട്ടിങ് എത്രയാ? അപ്പുറത്താ. ബോട്ടിങ് പെഡൽ ബോട്ട് നമുക്ക് 600 രൂപയാണ് വരുന്നത്. 4 പേർക്ക് 600 രൂപ അല്ലേ? തോബിയ എടുക്കണ്ട? 4 പേർക്ക് 600 രൂപ. റോബോട്ട് 500 രൂപ. പിന്നെ ഇതെന്താ ഷിക്കാര ബോട്ട്? അതൊരു സാധനം ബോട്ട് കാണാൻ തിരക്കില്ല, തീരെ തിരക്കില്ല. അതൊക്കെ പഴയ ബോട്ട് കയറ്റിട്ടാണ് നമ്മൾ പോകുന്നത്. നീ അങ്ങോട്ട് പോണേ? വായോ. ഇതാണ് നല്ല ബോട്ട്. ഇതാ കിടക്കണത്. ഇതൊക്കെ കേടായ സാധനങ്ങളാ. സഞ്ചല പോണത്. ഗൈസ് ഇവിടെ ചൊവ്വാഴ്ച 8 മനുഷ്യരില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇവനാണ് ഞങ്ങളുടെ എൻട്രൻസ് കാശ് എടുത്തത്. ഇവിടെ കേടായി പോയ ബോട്ടുകളും പിന്നെ ചവിട്ടറ സൈക്കിളൊക്കെ ഉണ്ട്, പിന്നെ കൊട്ടവഞ്ചൊക്കെ ഉണ്ട്. ഇതാണ് പെഡൽ ബോട്ട് നമുക്ക് 600 രൂപയാണ് ഒരാൾക്ക് തരണത്. ഗൈസ് ഇവിടെ ആടാനായിട്ട് കുറെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ തന്നെ 2 ബസ് വന്നിട്ടുണ്ട്. അതില് കുറെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കാലത്തായോണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ആൾക്കാർ കുറവ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും. നമ്മൾ തോബീനെ ഊഞ്ഞാലാട്ടി കൊടുക്കാൻ പോവാണ്. അവരാണ് ബോട്ടിന്റെ ആൾക്കാര്. ബോട്ടിന് ടിക്കറ്റ് എടുക്കണത് നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്താണ്. പിന്നെ ഇവിടെ കൊട്ടവഞ്ചിയും പിന്നെ വെള്ളത്തിൽ കൂടെ ചവിട്ടണ സൈക്കിളും സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നല്ല തണലുണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ ഒരു 11 മണിയായി. പക്ഷെ നല്ല തണൽ തന്നെ ഉണ്ട്. നീ എവിടേക്കും നോക്കിക്കടാ, ഞാൻ ശരിയാക്കിട്ട് എടുക്കുമ്പോ മരം വീണ് എടുക്കുന്നു. അവിടെ ഫോട്ടോ ഡ്രസ് ഉണ്ടാവും.
ഇതൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ്. ഇപ്പൊ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബോട്ടിംഗ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളിനി നേരെ ഇവിടെ നിന്ന് വട്ടവട പോവാണ് ഗൈസ്. ഇനി വല്ലതും പറയണ്ടോ? ഇവിടെ ഒരു കുതിര ഒന്ന് എന്തോ ചെയ്യണുണ്ട് ഗൈസ്, വാല് നോക്കിയിട്ട്. നമ്മൾ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല, നേരെ ഇനി വട്ടവട പോവാണ്. ഇതാണ് ഇൻവിൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്നേക്കണത്. ഇൻവിൻ്റെ വണ്ടിയാണ്, ഹോണ്ട ഹൈനസ്. അവിടെ ഇരിക്കുന്ന വണ്ടി. നമ്മളിവിടെ വട്ടവടയിൽ സ്ട്രോബെറി തോട്ടത്തേക്കാണ് വന്നേക്കണത്. ഇത് മൊത്തമാണ് സ്ട്രോബെറിയുടെ ചെടികൾ. സ്ട്രോബെറി അധികം ഉണ്ടായിട്ടില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതാണ് വട്ടവടത്തെ സ്ട്രോബെറി. ചുവന്ന കളറിൽ തോബിയുടെ സ്ട്രോബെറി. പൊട്ടിച്ച് കഴിച്ചു നോക്കണമെങ്കിൽ കഴിച്ചു നോക്കിക്കോളാം. ഇവിടെ ഇങ്ങനെ ഇഷ്ടംമാതിരി സ്ട്രോബെറി തോട്ടങ്ങളുണ്ട്. അതിലിപ്പോൾ മഞ്ഞു സ്ട്രോബെറി ഫാം എന്ന് പറഞ്ഞ സ്ട്രോബെറി തോട്ടത്തേക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. പിന്നെ ഇവിടെ സ്ട്രോബെറി തോട്ടത്തിൻ്റെ ഇടയിൽ സൂര്യകാന്തി പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെട്ടുമല്ലിയാണ് കൊടുത്തേക്കണേ. അപ്പുറത്തെ തോട്ടത്തിൽ സൂര്യകാന്തി പൂക്കളും അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഇപ്പോൾ സീസണല്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ നല്ല രീതിക്ക് കുറവാണ്. അപ്പോൾ നമ്മളത് ഇറങ്ങാന്നുള്ള മൈൻഡിൽ നിൽക്കണം. വേറെ സ്ട്രോബെറി തോട്ടത്തിൽ പോകാൻ വിചാരിച്ചിരിക്കണം. ഇതെന്താ ചേച്ചി, ജാമാണോ? 100 രൂപയുള്ളൂ. 100 രൂപ. കണ്ടോ കണ്ടോ കണ്ടോ. ബോക്സ് 150 രൂപ. ഇത് 150 രൂപ അല്ലേ? മേടിച്ചിട്ടാ ഞാൻ വണ്ടി എടുത്തുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു. ഇവിടത്തെ അവിടെ പറിച്ച് വെച്ചാണിത് കുറേ ഉണ്ടെങ്കിലും മറ്റേ ചെടിയൊന്നും ഇല്ല. ഇതാണ് നമ്മൾ വട്ടവടയ്ക്ക് വന്ന വണ്ടി. ഇത് ഇൻവിൻ്റെ വണ്ടിയാണ്. ഒരു ബാക്കി 2 വണ്ടികൾ, ഒരു എംടിയും ഒരു എൻടോർക്കും. അവരെ ഇപ്പോൾ അവിടെ മേടിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി തോട്ടത്തിൻ്റെ പേര് ശ്രീ അയ്യപ്പ സ്ട്രോബെറി ഫാംസ് ആണ്. ഇതിൻ്റെ അപ്പുറത്തുള്ളതാണ് മഞ്ഞു സ്ട്രോബെറി ഫാം. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട്. പിന്നെ നല്ല സ്ട്രോബെറിയാണ്. പിന്നെ നമ്മൾ മേടിച്ചില്ലെന്ന് മാത്രം. നമ്മളിത് വൈൻ മേടിച്ചിട്ടുണ്ട്. സ്ട്രോബെറി വൈൻ 200 രൂപയാണ് സ്ട്രോബെറി വൈന്. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയല്ലടാ. 1 ലിറ്റർ സ്ട്രോബെറി വൈന് 200 രൂപയാണ്. ഗൈസ് നമ്മൾ ഇനി അടുത്ത സ്ട്രോബെറി തോട്ടത്തേക്ക് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ഒരു പാലുണ്ട് ഗൈസ്. ഈ എടാ ഇതാടാ, ഇതാണ് അല്ലേ? ഇതാണ് മിത്രാസ് സ്ട്രോബെറി തോട്ടം. ഇവിടെ വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. നമ്മളെ അവിടെ നടക്ക്, അവരെ കാണിക്കാനെങ്കിലും നടക്ക് ഗൈസ്. ഇവിടെയും സ്ട്രോബെറി ഒന്നും കാണാനില്ല. ഇവിടെ കുറച്ച് മറ്റേനേക്കാളും കുറച്ചുകൂടി സ്ട്രോബെറി ഉണ്ട്. പിന്നെ നമ്മൾ പൊട്ടിച്ച് കഴിക്കാണ്ടിരിക്കാനെന്ന് തോന്നുന്നു. ഇവിടെ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ സൂര്യകാന്തി മുഴുവൻ ഇവിടെ കരിഞ്ഞൊക്കെയുണ്ട് ഗൈസ്. ദേനടാ കരിഞ്ഞിക്കണ്.